ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കറി. അതിന് വേണ്ട സാധനങ്ങൾ: ചെറുപയർ വറുത്തുടച്ചത് 1 കപ്പ്, തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കരിവേപ്പില, വെളുത്തുള്ളി, ഉപ്പ്. ഇതിന് പയറിനെ കുക്കറിലേക്ക് വേവിച്ചെടുക്കാം. പയറിലിട്ട് കഴുകിയിട്ട് പയർ നമ്മൾ കഴുകി അടുപ്പിൽ വയ്ക്കാം. സ്റ്റവ് കത്തിക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുക്കറിൻ്റെ പുറത്തൊന്നും വരാതിരിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അടച്ചു കൊടുക്കാം. 3 വിസിൽ കേൾക്കുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിനുവേണ്ടി അരയ്ക്കാം. അരപ്പ് റെഡിയാണ്. പരിപ്പിന് വേണ്ടി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇപ്പോൾ തേങ്ങ ഇടാം. ഒരു സ്പൂൺ ജീരകം ഇടാം. ജീരകം പൊടിച്ച് വെച്ചതാണ്. ജീരകം ഇടാം. മഞ്ഞൾ അതിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് 1 സ്പൂണും കൂടെ മഞ്ഞൾ ഇടാം. വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഞാൻ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ഇടാം. പരിപ്പിന് വെളുത്തുള്ളി ജീരകമാണ് ആവശ്യമായി, കൂടുതൽ ആവശ്യം. ഒരു 5 കഷ്ണം ഇട്ടു. കരിവേപ്പില ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് അരച്ചിട്ട് പരിപ്പിന് നമുക്ക് ഇത്രയും അരച്ചാൽ മതി. ഒരുപാട് അങ്ങനെ അരയണ്ട. കുറച്ച് ഇത് തരി പോലെ വേണം. ഒരു വിസിൽ കേട്ടു. ഇനി 2 വിസിലൂടെ കേട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. പരിപ്പിനെ അരച്ചു. ഇനി ആ പരിപ്പ് എന്താണെന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കാം. കുറച്ച് വേറാൻ പരിപ്പ് ഇറങ്ങി ഉടയ്ക്കണം. പരിപ്പ് വേണ്ടി നമുക്കിതിനൊരു നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിക്കാം. ചട്ടിയിലാണ്, ഈ ചെറിയ ചട്ടിയിൽ നമുക്ക് പരിപ്പ് ഒഴിക്കാം. നല്ലപോലെ അരഞ്ഞു കൊടുക്കാം. നല്ലപോലെ അരഞ്ഞു കൊടുക്കാം. ഇത് പരിപ്പ് വാങ്ങിക്കാൻ കിട്ടും. അതിനൊക്കെയുള്ള സ്വാദ് നല്ലപോലെ കിട്ടും. പറ
ചെറുപരിപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനേക്കാൾ നല്ല സ്വാദുള്ളതാണ് നമ്മൾ പയർ വറുത്തുടച്ച് ഇതുപോലെ പരിപ്പ് വയ്ക്കുന്നത്. അത് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അടുപ്പിൽ വയ്ക്കാം. നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. അടുപ്പ് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ചോറിലൊഴിക്കണുണ്ട് ഉപ്പ് ഇത്തിരി മുമ്പിട്ട് നിൽക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ആരുമില്ല ഇവിടെ നമുക്ക് പരിപ്പ് നല്ലപോലെ തിളയ്ക്കണം. തിളയ്ക്കുമ്പം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അത് നെയ്യ് ഒഴിച്ച് നല്ലപോലെ തിളച്ച് കരിവേപ്പിലയിട്ട് വാങ്ങാം. അത് നമുക്ക് 3-4 ദിവസം ഈ പരിപ്പ് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോണ കുട്ടികൾക്കുണ്ടെങ്കിൽ, നേഴ്സറിയിലൊക്കെ പോണ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ പരിപ്പ് എന്നും വയ്ക്കേണ്ട അരി എന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് കൊടുക്കാം. ഇത് പരിപ്പ് തിളയ്ക്കുന്നുണ്ടോ? തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ചോറ് ഉണ്ണുമ്പോൾ നെയ്യ് ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തിളയ്ക്കണം. തിളച്ച് വാങ്ങുമ്പോൾ കരിവേപ്പിലയിട്ട് വാങ്ങിയ പരിപ്പ് റെഡി. നല്ല സ്വാദ. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ പരിപ്പ് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല രുചി. കരിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഒന്ന് വാങ്ങിക്കാം. തീ ഓഫ് ചെയ്യാം. പരിപ്പ് റെഡിയായി. തീ ഓഫ് ചെയ്യാം. നമുക്കിനി പരിപ്പ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. ഓണത്തിന് നമ്മളിവിടെ പരിപ്പ് കറി റെഡിയായി. ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് എല്ലാവരും ഇത്
ട്രൈ ചെയ്ത് നോക്കാം.